ഇറാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഫോർദോ ആണവ നിലയത്തിന് സമീപം വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. ഇസ്രായേലാണ് ഇത്തവണ ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമണം നടത്തിയ ഇടത്ത് തന്നെ വീണ്ടും ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിത്ത്, വലിയ രീതിയിലുള്ള പ്രകോപനം ഇറാന് സൃഷ്ടിച്ചതാണ് അമേരിക്കയുടെ ആക്രമണം. അവിടെ തന്നെ വീണ്ടും ഇസ്രായേൽ വൻ പ്രഹരമേൽപ്പിക്കുന്നു ഇറാനിൽ എന്ന വിവരമാണ് വരുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്? തീർച്ചയായും രേണുക, തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാനിൽ ഇസ്രായേൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇറാനിൽ ഏറ്റവും സുരക്ഷിതമായി അവർ കരുതിയിരുന്ന ആണവ നിലയമാണ് ഫോർദോയിലേക്ക് പ്രവേശിക്കാനുള്ള റോഡുകൾ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്. അമേരിക്ക കഴിഞ്ഞ ദിവസം അവരുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷനിലൂടെ ഇറാനിലെ 3 ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ പലതരത്തിൽ ഇറാൻ പ്രകോപനം സൃഷ്ടിച്ചുവരുന്നുവെങ്കിലും ഇറാൻ അമേരിക്കയ്ക്കെതിരെ സംസാരിക്കുകയും ഇനി ആക്രമണം തുടർന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരികയുമൊക്കെ ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേൽ ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2000-ൽ നിർമ്മാണം ആരംഭിച്ച് ആണവ നിലയം കൂടിയാണ് ഇത്. അവർ ഏറ്റവും കൂടുതൽ കരുതുന്നത് ഇറാനിലെ ഏറ്റവും സുരക്ഷിതമായ പർവ്വതനിരകൾക്കിടയിൽ ഉള്ള ആണവ നിലയം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ഇറാനിലെ കോം പ്രവിശ്യയിലാണ് ഈ ആണവ നിലയം ഉള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുവെന്ന് 2010-ലാണ് ആണവോർജ്ജ ഏജൻസിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിക്കുകയും തുടർന്ന് ഇറാന് നിരവധി മുന്നറിയിപ്പുകൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നൽകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്ര വലിയ ആക്രമണം ഈ തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. IDF മറ്റ് പ്രധാന 6 എയർപോർട്ടുകൾ ആക്രമിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാനിലെ പ്രധാനപ്പെട്ട 6 എയർപോർട്ടുകൾ, അത് വെസ്റ്റേൺ, സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ഇറാനിലുള്ള 6 എയർപോർട്ടുകൾ. അത് പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് F-14, F-5 ഒപ്പം H-1 എയർക്രാഫ്റ്റ്. ഇത്ര എയർക്രാഫ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഈ എയർക്രാഫ്റ്റുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ് നിർണായകമായ കാര്യം. അത് പൈലറ്റഡ് എയർക്രാഫ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തിയത് എന്നാണ്. ടാർഗറ്റ് എയർപോർട്ട്സ് ലൊക്കേറ്റഡ് ഇൻ തബ്രിസ്, ടെഹ്റാൻ, മഷ്റബ്, ഹമേദാൻ എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ആക്രമണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ നടത്തിയത്. അത് ഇസ്രായേൽ IDF പറയുന്നത് ഇറാനെ ആക്രമിക്കുന്ന ഇസ്രായേൽ സേനയ്ക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിനൊപ്പം ഇറാന്റെ സൈനിക ശേഷിയെയും വെല്ലുവിളിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ടാർഗറ്റായി ഇസ്രായേൽ ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ശക്തമായ ആക്രമണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളെക്കാളൊക്കെ വളരെ ശക്തമായ ആക്രമണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു ഈ ആക്രമണം എന്നതുകൂടി ചേർത്ത് വെക്കണം. കാരണം ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിന് ശേഷം വലിയ സംഘർഷമുണ്ടായ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ചില മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. റഷ്യയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരുമോ എന്ന സാഹചര്യം അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് ഇറാൻ വിചാരിക്കുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു. തുടർച്ചയായി ഇസ്രായേലിലേക്ക് ഇന്നും അവിടെ അപായ സൈറനുകളൊക്കെ ഇസ്രായേൽ മുഴങ്ങുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ചില മിസൈലുകൾ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നറിയിപ്പായി നൽകിയ സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇസ്രായേൽ സേന അതിശക്തമായ ആക്രമണം ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. അത് വളരെ പരമപ്രധാനമാണ്. വലിയ തോതിലുള്ള ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട്. ഇനിയും ആക്രമണം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് IDF-ന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് എങ്കിൽ ഇത്തവണ കൃത്യമായി തന്നെ പൈലറ്റ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുള്ള ആക്രമണം സംഭവിക്കുന്നു. അതിനുശേഷം തങ്ങളുടെ എയർക്രാഫ്റ്റുകൾ തിരികെ എത്തി എന്നുള്ള വിവരം കൂടി IDF പുറത്തുവിടുന്നുണ്ട്. ഏതായാലും വലിയ തോതിൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന, അന്താരാഷ്ട്ര സമൂഹത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള സംവാദങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ ഇടയാക്കിയ ഫോർദോ അത് പൂർണ്ണമായും നശിപ്പിക്കുക, ഫോർദോയിലേക്കുള്ള യാത്രയടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഡിസ്ട്രക്ഷൻ വരുത്തുക എന്നതൊക്കെയാണ് പ്രധാനമായും IDF ലക്ഷ്യം വെക്കുന്നത്. അത് അത്തരത്തിൽ തന്നെ വിജയകരമായി സാധിച്ചു എന്നുള്ള വിവരം കൂടി IDF-ന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ദൃശ്യങ്ങളടക്കം IDF ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട പശ്ചാത്തലം കൂടിയുണ്ട്. ആണവശേഷി കുറയ്ക്കുക, ഒപ്പം ഇറാന്റെ സൈനിക ശേഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വെല്ലുവിളി ഉയർത്തുക എന്ന് തന്നെയാണ് IDF ലക്ഷ്യം വെക്കുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആക്രമണം തുടരും. അതേസമയം അമേരിക്കയും മറ്റും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും പിന്നീട് അവരുടെ ഭാഗത്തു നിന്ന് വലിയൊരു സൈലൻസ് ഉണ്ട്. ഇന്നിപ്പോൾ ട്രംപിന്റെ ഒരു പോസ്റ്റ് വന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രംപ് പറഞ്ഞത് തങ്ങളുടെ ഇറാൻ ആക്രമണം പൂർണ്ണമായും വിജയമാണ് എന്നുള്ള ഒരു ട്വീറ്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. അത്
ബുൾസൈ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ ട്രംപ് പുകഴ്ത്തി, ഏൽപ്പിച്ചത് കൃത്യമായ പ്രഹരം എന്നും ആ തരത്തിൽ ട്രംപ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ഇറാന് എക്കാലത്തേക്കും ഓർക്കാൻ പറ്റിയ പ്രഹരമെന്ന് വളരെ വ്യക്തമായി തന്നെ ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. US വ്യോമസേനയെ ട്രംപ് അഭിനന്ദിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ലക്ഷ്യത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് തന്നെ കനത്ത പ്രഹരമേക്ക് തരത്തിൽ വളരെ കൃത്യതയോടെ ആസൂത്രണം ചെയ്ത് നടത്തിയ ആക്രമണമാണ് സംഭവിച്ചത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭൂനിരപ്പിൽ നിന്ന് ഏറ്റവും ഒരുപാട് താഴെയുള്ള ആണവ നിലയങ്ങളെ പോലും തകർത്തരിപ്പണമാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് ട്രംപ് ഈ ട്വീറ്റിലൂടെയും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും രാജ്യാന്തര വാർത്താ ഏജൻസിയായ AFPയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിലെ 6ഓളം വിമാനത്താവളങ്ങൾ, ഒപ്പം ഫർദോ ആണവ നിലയത്തിലേക്കുള്ള പാത ഒക്കെ ആക്രമിച്ച് തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. 11ാം ദിവസവും എന്ന് വേണം മനസ്സിലാക്കാൻ. 10ാം ദിവസമാണ് അമേരിക്ക യുദ്ധത്തിൽ ഇടപെടുന്നത്, ഈ ഫോർദോ ആണവ നിലയത്തിൽ ആക്രമണം നടത്തുന്നത്. തൊട്ടു പിന്നാലെ ഇറാനും അവിടം തന്നെ കേന്ദ്രീകരിക്കുന്നു, സീരീസ് ഓഫ് അറ്റാക്ക് നടത്തുന്നു എന്നതാണ് ഇസ്രായേൽ മിലിറ്ററി അവകാശപ്പെടുന്നത്. സീരീസ് ഓഫ് അറ്റാക്ക് ആണ്. തുടർച്ചയായി ആ ഇടങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ്. ഇപ്പോൾ ഫോർദോ വീണ്ടും ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നത് ഇറാൻ ടെലിവിഷൻ സ്ഥിരീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. വലിയ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ തന്നെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ മറ്റ് സംഭവിച്ചു എന്ന കാര്യത്തിൽ അവർ നിശബ്ദത പാലിക്കുക കൂടിയുണ്ട്. എന്തായാലും ഇറാനും ഈ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 11ാം ദിവസവും അതിശക്തമായ ആക്രമണം ഇറാനുമേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾക്കായാണ് താങ്കളെ വിളിച്ചതെങ്കിലും രാജ്യത്ത് മറ്റൊരു മോശം സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷം നീങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഫോർദോയെ വീണ്ടും ലക്ഷ്യമിടുന്നു ഇസ്രായേൽ എന്ന സാഹചര്യം വരുന്നു. നമുക്കറിയാം, കടലിടുക്ക് അടയ്ക്കും എന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് ഇറാൻ നീങ്ങുമെന്ന ഒരു ഭീതിതമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. രേണുക, വളരെ ഒരുപക്ഷെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ അവലോകനത്തിൻ്റെ മധ്യത്തിലാണ് ഇത്രയും നിർണായകമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. 10ാം ദിവസം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൻ്റെ 10ാം നാൾ അമേരിക്ക അതിശക്തമായി രംഗത്ത് വരികയും അതൊരു നിർണായക വഴിത്തിരിവാകുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളുടെ തോത് തൽക്കാലത്തേക്കെങ്കിലും കുറയും എന്ന പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഫോർദോ ആണവ നിലയത്തിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇപ്രാവശ്യം എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ആ എയർക്രാഫ്റ്റുകളെല്ലാം തിരിച്ചെത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഇറാൻ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇറാൻ്റെ വ്യോമ അതിർത്തിയിൽ പ്രവേശിക്കാതെ അതിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇറാഖിൻ്റെ പ്രദേശത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ സിറിയയുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് ഇറാനിലേക്ക് ഈ മിസൈലുകൾ പായിച്ചു എന്ന രീതിയിലാണ്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി വ്യക്തമാവുകയാണ്, ഇറാൻ്റെ എയർ സ്പേസിൽ പ്രവേശിച്ച് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ബോംബ് വർഷം നടത്തിയിരിക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിൽ ഏതാണ്ട് ഭാഗികമായോ പാതിവഴിയിലോ തകർന്ന ഫോർദോ ആണവ നിലയം, ഒരുപക്ഷെ ഏറ്റവും അധികം ബങ്കർ ബസ്റ്റർ ബോംബുകൾ പതിച്ച ഇടവും ഫോർദോയാണ്. 19ഓളം വിവിധ ബോംബുകൾ പ്രയോഗിച്ചതിൽ ഏതാണ്ട് പകുതിയിലധികവും പ്രയോഗിച്ചത് ഒരൊറ്റ കേന്ദ്രത്തിലാണ്. അതാണ് ഏറ്റവും ആഴത്തിൽ ആണവ സെൻട്രിഫ്യൂജുകൾ ഉള്ള ഇടമാണ്. 60 മീറ്ററിൽ അധികം ആഴത്തിലുള്ള നിലയമാണ് അത്.